പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് പുതിയ ആൽമരം നട്ടു. കാലപ്പഴക്കത്താൽ ഉണ്ടായിരുന്ന ആൽമരം ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് തൽസ്ഥാനത്ത് പുതിയ ആൽമരത്തൈ നട്ടത്. തട്ടകത്തിലെ ഭക്തരുടെ സാന്നിധ്യത്തിൽ ചടങ്ങുകൾ നടന്നു. പരിസ്ഥിതി സംഘടന അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെയാണ് ക്ഷേത്രഭാരവാഹികൾ കോയമ്പത്തൂരിൽ നിന്ന് 4 വർഷം വളർച്ചയും 17 അടി ഉയരവുമുള്ള അരയാൽ തൈ ക്ഷേത്രസന്നിധിയിലെത്തിച്ചത്. ശ്രീകോവിലിനുള്ളിലെ ആൽമരം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്ന് താമ്പൂല പ്രശ്നവിചാരം നടത്തിയിരുന്നു. പ്രശ്നവിധി പ്രകാരമാണ് അതേ സ്ഥാനത്ത് പുതിയ ആൽമരത്തൈ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ശ്രീകോവിലിനുള്ളിലെ നടുമുറ്റത്തെ ആൽത്തറയിൽ പുതിയ അരയാൽ തൈ നടീൽ നടന്നു. തട്ടകത്തിലെ ഭക്തരുടെ സാന്നിധ്യത്തിൽ ചടങ്ങുകൾ നടന്നു. ശ്രീകോവിലിനുള്ളിലെ ആൽമരവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രം പുത്തനാൽക്കൽ എന്നറിയപ്പെട്ടു തുടങ്ങിയതെന്നാണ് ഐതിഹ്യം. നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ अम्मे सर्वेश्वरी जगदीश्वरी महेश्वरी अम्मे भक्तजनप्रियराയിട്ടുള്ള അമ്മയെ ശരണം തേടി. 20-ന് പ്രതിഷ്ഠാദിനത്തിൽ വൃക്ഷപൂജ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട്, തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ സ്മിതേഷ് നമ്പൂതിരി, മുൻ മേൽശാന്തി മോഴിക്കുന്നത്തുമന അഷ്ടമൂർത്തി നമ്പൂതിരി, മേൽശാന്തി അകത്തേക്കുന്നത്ത് ശ്യാംകൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി തെക്കുംപറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. CCN ചെർപ്പുളശ്ശേരി.